ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി. വെലോസിറ്റി എന്തുവാണെന്ന് നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ആൻഡ് വെലോസിറ്റി. വെലോസിറ്റി അത് ഒന്ന് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്പീഡ് എന്തുവാണ്, വെലോസിറ്റി എന്തുവാണെന്ന്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാലോ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലപ്പം 1 മിനിറ്റ് ആകാം, 1 അവർ ആകാം, 1 സെക്കൻഡ് ആവാം. ആ ഒരു 1 സെക്കൻഡിലോ നമുക്കത് തന്നിരിക്കുന്ന കണക്കനുസരിച്ചിരിക്കും. ഇപ്പം സെക്കൻഡിലാണ് തരുന്നതെങ്കിൽ 1 സെക്കൻഡിൽ നമ്മൾ എത്രമാത്രം കവർ ചെയ്തു, മണിക്കൂറിലാണ് തരുന്നതെങ്കിൽ 1 മണിക്കൂറിൽ എത്രമാത്രം കവർ ചെയ്തു, മിനിറ്റിലാണ് തരുന്നതെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ എത്രമാത്രം കവർ ചെയ്തു. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് അല്ല ഡിസ്പ്ലേസ്മെൻറ്റ്, എത്രമാത്രം നടന്നു എന്നതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി എന്താണെന്നൊരു കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ നടന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ 3 മണിക്കൂർ കൊണ്ട് ഒരാൾ 30 കിലോമീറ്റർ നടന്നെന്ന് ചിന്തിക്കുക. അപ്പം അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ അയാൾ എത്ര നടന്നു അതാണ്. അപ്പം നമുക്ക് ഈ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണം? അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, മുഴുവൻ ഡിസ്പ്ലേസ്മെൻറ്റിനെ എത്രയാണോ തന്നിരിക്കുന്നത്. ഇപ്പോൾ പിക്ചറിൽ തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 72 മീറ്ററാണ്. ഈ 72 മീറ്ററിനെ മുഴുവൻ ടൈമും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു യൂണിറ്റിൽ നടന്ന അല്ലെങ്കിൽ 1 സെക്കൻഡിലോ 1 മിനിറ്റിലോ അല്ലെങ്കിൽ 1 മണിക്കൂറിലോ നടന്ന വെലോസിറ്റി നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കിലോമീറ്ററിലാണെങ്കിൽ നമ്മൾ ടൈം അവറിലായിരിക്കും എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിൽ, ഇത് രണ്ടേ വരാറുള്ളൂ, കിലോമീറ്ററും മീറ്ററേ വരാറുള്ളൂ. മീറ്ററിലാണ് നടന്നതെങ്കിൽ നമ്മൾ ടൈം സെക്കൻഡിൽ എടുക്കണം. അല്ലാതെ മീറ്ററിലാണ് നടക്കുന്നതെങ്കിൽ അവറിൽ എടുക്കരുത്. ടൈം അവറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ വേണം, അത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ ചെറുതായിട്ട് ഞാൻ സ്പീഡും ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് സ്പീഡ്, അതും സെയിം ആണ്. ഇത് തന്നെയാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ഡിസ്റ്റൻസ് ഇടുന്നു, അത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഞാൻ നന്നായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഒരു യൂണിറ്റ് ടൈമിൽ നടന്ന ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റിലെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവും. നോക്കൂ, വെലോസിറ്റി. An illustration of child path is given in the figure. A child travel from P മുതൽ R വരെ പോയി. അത് ക്യൂവിലൂടെയാണ് R വരെ പോയത്. എത്ര മണിക്കൂർ എടുത്ത്? 18 സെക്കൻഡ് എടുത്തു. അപ്പം മീറ്റർ ആയതുകൊണ്ട് സെക്കൻഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് R ഫ്രം P ത്രൂ Q. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ആറിലോട്ടുള്ള ദൂരം കൂട്ടും അല്ലേ. അപ്പം 40ഉം 50ഉം എത്ര കൂട്ടും? 90 അല്ലേ. 90 മീറ്റർ കൂട്ടും. നെക്സ്റ്റ് നോക്ക്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ചൈൽഡ് വെൻ ദ ചൈൽഡ് ട്രാവൽ ഫ്രം പി ടു ആർ ത്രൂ ക്യൂ. സ്പീഡ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റിലാണ് നോക്കുന്നത്. ഒരു യൂണിറ്റിൽ, അതായത് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ആ കുട്ടി എത്ര ദൂരം നടന്നു, അല്ലെങ്കിൽ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ആ കുട്ടി എത്ര ദൂരം നടന്നു, ഇതാണ് സ്പീഡ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ടോട്ടലിനെ, അതായത് 90നെ എത്ര മണിക്കൂറാണ് ഫുള്ള്? 18 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കുട്ടി 1 മിനിറ്റിൽ നടന്ന അല്ല 1 സെക്കൻഡിൽ എത്ര സ്പീഡിൽ ആ കുട്ടി 1 സെക്കൻഡിൽ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു സ്പീഡ് എന്ന് പറയുന്നത് ഏതാണ്? ആ കുട്ടി 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതാണ് ആ കുട്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ്? ഡിസ്റ്റൻസ് ഈസ് 90 മീറ്റർ ആണ് ആ കുട്ടി നടന്നത്. ടൈം എടുത്തത് 80 സെക്കൻഡ്. മീറ്റർ ആയതുകൊണ്ട് സെക്കൻഡ് ആയിരിക്കും.
നോക്കൂ, നമുക്ക് എങ്ങനെ സ്പീഡ് ഈസ് ഈക്വൽ ടു 90 മീറ്റർ പെർ 80 സെക്കൻഡ്. 90യെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റാണ്? ടൈമിൻ്റെ യൂണിറ്റാണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡിവൈഡ് വന്നതുകൊണ്ട് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പം 5 മീറ്ററാണ് ആ കുട്ടിയുടെ സ്പീഡ്. ഇത് തന്നെയാണ് വെലോസിറ്റിയും വരുന്നത്. ഇത് ഡിസ്റ്റൻസിനകത്ത് ചെയ്യുന്നു, മറ്റേത് ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് ചെയ്യുന്നു. അത്രേ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ടൈം വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ടൈം വെലോസിറ്റിക്ക് നമ്മൾ ദൂരം എടുക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും, ടൈം എടുക്കുമ്പോൾ നമ്മൾ ഈ ഫുള്ള് ടൈം, അതായത് ആ കുട്ടി എത്രമാത്രം ദൂരം കവർ ചെയ്തു, തൻ്റെ ഈ 8ഉം 10ഉം ടൈം ഫുൾ എടുത്തേ പറ്റൂ. പക്ഷേ ദൂരം എടുക്കുമ്പോൾ നമ്മൾ 72 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ വ്യത്യാസം. സ്പീഡ് എടുക്കുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നത്? ഫുള്ള് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫുള്ള് മുഴുവനും എടുത്ത ടൈം. പക്ഷേ നമ്മൾ വെലോസിറ്റി കാണുമ്പോൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എത്രമാത്രം സമയമെടുത്തോ, പിയിൽ നിന്ന് ആറിൽ വരാൻ എത്രമാത്രം സമയമെടുത്തോ അതിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും. അതായത് മറ്റേതിൽ ഡിസ്റ്റൻസ്, ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഒരു വ്യത്യാസം വരുമ്പോൾ ടൈം സെയിം ആണ്. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്? കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം 72 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈസിൻ്റെ ദ ചൈൽഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 72 മീറ്റർ ആൻഡ് ടൈം ടേക്കിംഗ് പ്ലേസ് എത്രയാണ്? 18 അവേഴ്സാണ്. ആ കുട്ടി ഈ 72 മീറ്റേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം 18 സെക്കൻഡാണ്. ഞാൻ പറഞ്ഞു ടൈം ഫുൾ എടുത്തേ പറ്റും, മുഴുവനും എടുത്തേ പറ്റും. ഇതേ ഒരു വ്യത്യാസമുള്ളൂ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താമല്ലോ. ഒരു സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് 72 ബൈ ടൈം, 72 മീറ്റർ ബൈ ടൈം. ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര നടന്നു, ആ ഒരു സെക്കൻഡിൽ നടന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. 72 മീറ്റർ. അപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ വന്നു? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തതുകൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡ് വന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 യൂണിറ്റ് ടൈം ഈസ് ദി വെലോസിറ്റി. അതാണ് വെലോസിറ്റി. അതാ പറഞ്ഞത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു അതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ക്ലിയർ ആയല്ലോ. Didn't you understand that the direction of displacement and velocity are the same? അതായത് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും ആൻഡ് വെലോസിറ്റി ആർ ദ സെയിം. നിങ്ങൾക്ക് മനസ്സിലായില്ലയോ എന്നാണ് ചോദിക്കുന്നത്. വെലോസിറ്റിയുടെ ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? വി കൊണ്ടാണ്. വി ഈസ് ഈക്വൽ ടു ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഓഫ് ടൈം. അതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഏതാണ്? മീറ്ററാണ്, ടൈമിൻ്റെത് സെക്കൻഡ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. വെലോസിറ്റി ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു ഒബ്ജക്റ്റിന്, ഒരു സാധനത്തിന് ഒരു യൂണിറ്റ് ടൈമിൽ, അത് 1 അവർ ആവാം, 1 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ 1 സെക്കൻഡ് ആവാം, ആ ഒരു സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ഓക്കെ. വെലോസിറ്റി ഈസ് ദ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്കറിയാലോ എന്താണ്? ഒരു ഡയറക്ഷൻ കാണും, അതിനൊരു മാഗ്നിറ്റ്യൂഡ് കാണും. അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ സെയിം. രണ്ട് ഒരുപോലെയാണ് ഡയറക്ഷനും രണ്ടിൻ്റെയും ഒരുപോലെ. കാരണം നേരെ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനാണ്, വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ സ്പീഡ് സ്ട്രെയിറ്റ് ലൈൻ വരത്തില്ല. ഡിസ്റ്റൻസിനകത്ത് ഉണ്ടാകുന്ന ഒരു യൂണിറ്റ് ടൈമിലുണ്ടാകുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ വരത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്റ്റൻസ് പോലെ തന്നെ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു ഡയറക്ഷനുണ്ട്. ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അതാണ് യൂണിറ്റ് ഓഫ് വെലോസിറ്റി. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ പാത്തിലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്.
ഉണ്ട് രണ്ട് ഒബ്ജക്റ്റ് എയും ബി എന്നുള്ള രണ്ട് ഒബ്ജക്റ്റ്. അതിനകത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എ ടു ബി. പക്ഷേ പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഇതാണ് പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ്, അവരുടെ വഴി. ആ വഴിയിലൂടെയാണ് അവർ എയിൽ നിന്നും ബിയിലോട്ട് എത്തിയത്. പക്ഷേ അതല്ല ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എയിൽ നിന്നും ബിയിലോട്ട് കിടക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത്രേ ഇവർ പറയുന്നുള്ളൂ. ബട്ട് ടു കാൽക്കുലേറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് the total time taken to cover the actual distances should be considered. അവർ എയിൽ നിന്നും ബിയിലോട്ട് ആ വളഞ്ഞ വഴി വന്നില്ലയോ, ആ വഴി എത്ര ദൂരം സഞ്ചരിച്ചോ അത് അവർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കൂടെ ടൈം എടുക്കുമ്പോൾ ആ ടൈമാണ് എടുക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നല്ലോ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല, പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ആറിലെത്താൻ ഒരു കുട്ടി സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ 72 മീറ്ററാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഈ 72 ആ കൊച്ചു ടോട്ടൽ എത്ര സമയം സഞ്ചരിച്ചു അതാണ് എടുക്കുന്നത്. ആ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. നൗ ലെറ്റ്സ് കൺസിഡർ എ ഡൗട്ട് റൈസ്ഡ് ബൈ എ ചൈൽഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ. എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ. ഒരു ട്രെയിനിൻ്റെ ലെങ്ത് 200 മീറ്റർ ആണ്. ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കാനെടുത്ത സമയമാണ് 20 മീറ്റർ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ സഞ്ചരിക്കാനെടുത്ത സമയമാണ് 20 മീറ്റർ. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദിസ് ട്രെയിൻ ടു ക്രോസ് ദ സ്ട്രെയിറ്റ് ബ്രിഡ്ജ് ഓഫ് ദി ലെങ്ത് 800 മീറ്റർ. 800 മീറ്ററാണ് ആ ബ്രിഡ്ജിൻ്റെ നീളം. അപ്പോൾ എത്ര സമയം എടുത്തു? വാട്ട് ഈസ് ദ ടൈം? സമയമാണ് ചോദിച്ചേക്കുന്നത്. ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 200 മീറ്ററാണ്. അതുപോലെ തന്നെ പാലത്തിൻ്റെ നീളം ലെങ്ത് എന്ന് പറയുന്നത് 800 മീറ്ററാണ്. നമുക്കറിയാം ഒരു ട്രെയിന് ട്രെയിനിൻ്റെയും പാലത്തിൻ്റെ ട്രെയിനിൽ കയറുമ്പോഴായാലും നമ്മൾ ആ ട്രെയിനിൻ്റെയും പാളത്തിൻ്റെയും ലെങ്ത് എടുക്കണം. നമ്മൾ ട്രെയിനിൻ്റെയും പാളത്തിൻ്റെയും ലെങ്ത് എടുത്തേ പറ്റൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ. നമുക്ക് എത്ര കിട്ടും? 1000 മീറ്റർ കിട്ടും. വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടൈമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം പക്ഷെ നമുക്ക് ഒരു ഇക്വേഷനെ അറിയത്തുള്ളൂ. ഏതാണ്? വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിലിട്ടാണ് നമ്മൾ മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. നോക്കൂ, വി ഈസ് ഈക്വൽ ടു എസ് ടി, അതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി ആണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. നമുക്ക് ടി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ടിയെ വിയുടെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പം ഇക്വേഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അത് ഡിവിഷനാണ്, അതുകൊണ്ട് അപ്പുറം പോകുമ്പം അതെന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. പിന്നീട് എന്താ ചെയ്യണം? ടി ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ വി എ ഇനി ഇപ്പുറത്ത് എസിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരണം, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. വി എ ഇനി എസിൻ്റെ അടുത്ത് കൊണ്ടുവരണം. അവിടെ നിങ്ങൾ കിടക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഈക്വലിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. ഇപ്പം മനസ്സിലായല്ലോ ടി ഈസ് ഈക്വൽ ടു എസ് വി എങ്ങനെയാണ് കിട്ടിയതെന്ന്. നെക്സ്റ്റ് നോക്ക്. ഇനി നമുക്ക് ഇട്ടങ്ങ് ചെയ്താൽ മതി. എസ് എന്ന് പറയുന്നത് 1000 ആണെന്നറിയാം, വി എന്ന് പറയുന്നത് 20 ആണെന്നറിയാം. ഈ എമ്മും കൂടെ വെട്ടിപ്പോകും, പിന്നെ അവിടെ എസ് മാത്രമേ ഉള്ളൂ. അപ്പം 20 കൊണ്ട് പിന്നെ 1000നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 50 സെക്കൻഡ് കിട്ടും. ടൈം സെക്കൻഡ്. ഇത് ഡിവിഷൻ ആയതുകൊണ്ട് എമ്മും വെട്ടിപ്പോവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ചൈൽഡ് ഫ്രം പി ടു ക്യൂ ഇൻ ദ ഫിഗർ 2.4. ടെക്സ്റ്റ് എടുത്ത് വെച്ചോണേ, ഫിഗർ എടുത്തോണം. വാട്ട് ഇൻഫറൻസസ് ക്യാൻ ബി ഡ്രോ ഫ്രം ദിസ്? നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ആ പിക്ചറിൽ നിന്നും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് സ്പീഡ് നോക്കാം. സ്പീഡും അതായത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. സ്പീഡും വെലോസിറ്റിയും നോക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സ്പീഡ് നോക്കാം. ഇത് നമ്മൾ ആദ്യം കണ്ട വെലോസിറ്റിയുടെ ആദ്യം കണ്ട പിക്ചറാണ്, നിങ്ങൾ എടുത്തു വെച്ചോണം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അവർ. ഇവിടെ 40 മീറ്റർ തന്നിട്ടുണ്ട്. ടൈം 8 സെക്കൻഡ് തന്നിട്ടുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. 40 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 40യെ 8 കൊണ്ട്
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പം മീറ്ററും മുകളിലത്തെ മീറ്ററും താഴത്തെ സെക്കൻഡും കൂടെ ആകുമ്പോഴത്തേക്ക് മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് സ്പീഡ്. നെക്സ്റ്റ് നമുക്ക് വെലോസിറ്റി നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലോട്ട് സ്ട്രെയിറ്റ് ലൈനാണ് 40. അപ്പം നമുക്ക് 40 തന്നെ എടുക്കാം, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു, നമുക്ക് വെട്ടിയെടുക്കുമ്പോൾ മുകളിൽ 40 മീറ്ററാണ്, ഞാൻ ഇടാൻ മറന്നുപോയതാണ്. താഴെ 80 സെക്കൻഡ് നിങ്ങൾ ഇട്ടോണം. ഐ ആം വെരി സോറി, ഞാൻ ഇടാൻ വിട്ടുപോയതാണ്. എനിക്ക് ഈ യൂണിറ്റൊക്കെ ഇടുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി കർക്കശക്കാരിയാണ്. യൂണിറ്റും പിന്നെ നമ്മളൊരു സ്ക്വയറോ റെക്റ്റാങ്കിളോ വരയ്ക്കുമ്പോൾ അതിന് പേര് കൊടുക്കണം അതിനൊക്കെ. പക്ഷേ ഐ ആം വെരി സോറി, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ 40 മീറ്റർ ഇടണം, 80 സെക്കൻഡ് ഇടണം. അപ്പം മീറ്ററും സെക്കൻഡും കൂടെ ചേരുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. അതിൽ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്തുവാണ്? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനോട് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ഇറ്റ് വിൽ ബി ദ സെയിം. അതിൻ്റെ സ്പീഡും വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഇതിൽ നിന്നാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ വെഹിക്കിൾ ട്രാവലിംഗ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. വെഹിക്കിള്, ഒരു വണ്ടി സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ കവർ ചെയ്തു. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദിസ്. ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കാം. ഓക്കെ, ടൈം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 400 മീറ്റർ, വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ്. ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഈ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഒന്നുകിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ അതെടുക്കുക. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് 400 മീറ്റർ, വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. 25നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, മീറ്ററും ക്യാൻസലായി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്? നോക്ക്, വെലോസിറ്റി തന്നിട്ടുണ്ട് 36 മീറ്റർ പെർ സെക്കൻഡ്, ടൈം തന്നിട്ടുണ്ട് 1 മിനിറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണം, കാരണം ഇവിടെ മീറ്റർ ആകുമ്പോൾ നമ്മൾ ടൈം സെക്കൻഡിൽ എടുക്കാവുന്ന ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്തിലെടുക്കും? അവറിലെടുക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം വി ഈസ് ഈക്വൽ ടു ST, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു, അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം അത്. ഓക്കെ, ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 36 മീറ്റർ പെർ സെക്കൻഡാണ്. നമുക്ക് എസ് ആണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അവിടെ സെക്കൻഡും വെട്ടിപ്പോകും. പിന്നെ 36 മീറ്റർ ഈസ് ഈക്വൽ ടു എസ് ബൈ 6 ആണ്. അപ്പോൾ ഈ 60 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇതിവിടെ ഡിവിഷനാണ്, ഈക്വലിന് ഇപ്പുറം പോകുമ്പോൾ അതെന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ 60 ഇൻറ്റു 36 ഈസ് ഈക്വൽ ടു എസ്. ജസ്റ്റ് ഞാനതിനെ ആ ഒരു കണക്കിനെ ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 36 മീറ്റർ ആണേ. അപ്പം ആൻസർ എത്ര കിട്ടും? ഇൻറ്റു ചെയ്ത് വരുമ്പോൾ 2160 മീറ്റർ കിട്ടും. മനസ്സിലായാലോ? നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അങ്ങനെ ഇട്ടാലും മതി. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വെലോസിറ്റി ഈ ഒരു ഇക്വേഷൻ തന്നിട്ടായിരിക്കും വി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടാണ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ നിങ്ങളിത് ഈ ഞാനിപ്പോൾ ചെയ്ത മെത്തേഡിൽ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിച്ചാലും മതി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതിനനുസരിച്ച് ഇരിക്കും അതിനകത്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ ടെക്സ്റ്റിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് വെലോസിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ
പറഞ്ഞിട്ട് ടെക്സ്റ്റിലെ കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് കാണും, ഒരു ഡയറക്ഷൻ കാണും. അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത് വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിനൊരു ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷൻ മാറിയ വെലോസിറ്റി ചേഞ്ചായി. ഇപ്പോൾ നോക്കുക, ഒരു കാറ് യൂണിഫോം മോഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വളവ് വന്ന് ആ വളവിലോട്ട് തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഡയറക്ഷൻ മാറും, അല്ലേ? ഡയറക്ഷൻ മാറുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വെലോസിറ്റിക്ക് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. അപ്പം ഒരു വളവ് ചെല്ലുമ്പം ഒരേ സെയിം സ്പീഡിലാണെങ്കിലും ഒരു വളവ് തിരിയുമ്പം ഡയറക്ഷൻ മാറുന്നു, വെലോസിറ്റി ചേഞ്ച് ആവുന്നു. ഓക്കെ, ഇനി നേരെ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ജേർണി ഓഫ് 3 cars, ഈച്ച് ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് 200 meter ഈസ് ഗിവൺ. ഒബ്സർവ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ, ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ നോക്ക്, ഫസ്റ്റ് കാറ് 0 സെക്കൻഡിൽ നിന്നും 1 സെക്കൻഡിലെത്തി. അവിടെ നിന്ന് 2 സെക്കൻഡിൽ, 3 സെക്കൻഡിൽ, 4 സെക്കൻഡിൽ, അങ്ങനെ ഓരോ സെക്കൻഡ് കൂടി പോവുകയാണ്. അപ്പോൾ ഓരോ യൂണിറ്റ് ടൈം കൂടി പോവുകയാണ്. മോഷൻ നോക്ക്, 10, 20 മീറ്റർ. ഇപ്പം 2 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ, 3 സെക്കൻഡ് ആയപ്പോൾ 30 മീറ്റർ, 4 സെക്കൻഡ് ആയപ്പോൾ 40 മീറ്റർ, 5 സെക്കൻഡ് ആയപ്പോൾ 50 മീറ്റർ, 6 സെക്കൻഡ് ആയപ്പോൾ 60 മീറ്റർ. അങ്ങനെ കൂടി പോയി 20 മീറ്റർ ആകുമ്പോൾ 20 സെക്കൻഡ് ആകുമ്പോൾ 200 മീറ്ററിലെത്തും. അപ്പം നമുക്കറിയാം ഒരുപോലെയാണ് പോകുന്നതെന്ന്. ഓരോ യൂണിറ്റ് ടൈം, അതായത് 1 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ടൈമാണ്. അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് ടൈമാണ്. അതുപോലെ 10 മീറ്ററിൽ നിന്നും 20 മീറ്ററിലോട്ട് അതിൻ്റെ നടുക്കുള്ളത് രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഓരോ യൂണിറ്റ് ടൈമിലും ഇവിടെ എല്ലാം ഓരോരോ സെക്കൻഡ് കൂടുമ്പോഴാണ്. ഓരോരോ സെക്കൻഡ് കൂടുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടി വരുന്നു. അപ്പം നമുക്കറിയാം അത് യൂണിഫോം മോഷനാണെന്ന്. യൂണിഫോം വെലോസിറ്റിയിലുമാണ് പോകുന്നത്. കാരണം 0 സെക്കൻഡ് 1 സെക്കൻഡിൻ്റെ ഇടയ്ക്ക് അതായത് ഫൈനൽ വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പം 10ഉം 20ഉം തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്ററാണ്. അപ്പോൾ 10 മീറ്ററിനെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10 മീറ്ററിനെ 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ച്, ഞാൻ പറയുമ്പം ബുക്ക് എടുത്ത് വെച്ച് അതുപോലെ ചെയ്ത് നോക്കണം, അപ്പോൾ പിടികിട്ടും. അതായത് ഫൈനൽ വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ്. 20 മീറ്ററിൽ നിന്ന് 30 മീറ്ററിലോട്ട് എത്താൻ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 30 മീറ്ററാണ്, ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്ററാണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്നാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വെലോസിറ്റി കിട്ടും. അതായത് 10 മീറ്ററിനെ 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെലോസിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ 10 മീറ്ററിനെ വരത്തുള്ളൂ, എല്ലാം 10 മീറ്ററിന് വരും. ഇത് പക്ഷേ ഞാൻ വെലോസിറ്റിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നമുക്കിത് കാണുമ്പോഴേ അറിയാം യൂണിഫോം വെലോസിറ്റിയിലാണ് ആ കാർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേത് നമ്മൾ കണ്ട് യൂണിഫോം മോഷനിലാണ് പോയത്. ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതാണ് ഫസ്റ്റ് അല്ലേ? രണ്ടാമത്തെ കേസ് നോക്ക്. രണ്ടാമത്തെ കേസിൽ ഞാൻ വെലോസിറ്റിയാണ് എഴുതിയേക്കുന്നത്. വെലോസിറ്റിയാണ് മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നത്, സ്പീഡും വരും മീറ്റർ പെർ സെക്കൻഡിൽ. രണ്ടിൻ്റെ യൂണിറ്റ് ഒന്നാണല്ലോ. പക്ഷേ ഇത് ഞാൻ വെലോസിറ്റിയാണ് എഴുതിയേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. നോക്ക്, ടൈം കറക്റ്റാണ്, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ് അവിടെ വരുന്നത്. പക്ഷേ മോഷനോ യൂണിഫോം മോഷനാണോ? അല്ല. ആദ്യത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ കാറ് പോയത്. പക്ഷെ രണ്ടാമത്തെ സെക്കൻഡിൽ വന്നപ്പോഴത്തേക്ക് അത് സ്പീഡ് കൂടി 20 മീറ്റർ പെർ സെക്കൻഡിലായി. മൂന്നാമത് വന്നപ്പോൾ കുറഞ്ഞ്
10 മീറ്റർ പെർ സെക്കൻഡായി, മൂന്നാമത് 20 മീറ്റർ പെർ സെക്കൻഡായി. ഇവിടെ ടൈം കറക്റ്റാണ്, എല്ലാം പോയേക്കുന്ന ഓരോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണല്ലേ. പക്ഷേ ഡിസ്റ്റൻസോ ഈക്വൽ യൂണിഫോം മോഷനാണോ? അല്ല. ആദ്യത്തേത് 10 മീറ്റർ പെർ സെക്കൻഡാണ്, രണ്ടാമത് വരുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്, അപ്പോൾ സ്പീഡ് കൂടി. മൂന്നാമത് വരുന്നത് 10 മീറ്റർ പെർ സെക്കൻഡാണ്, അപ്പോൾ സ്പീഡ് കുറഞ്ഞു. പിന്നെ വരുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്, അപ്പോൾ സ്പീഡ് കൂടി അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കവർ ചെയ്യുന്നത്? അൺഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലേ, ഈക്വൽ അല്ലല്ലോ. പക്ഷേ കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. ഞാൻ ആദ്യമേ തന്നെ ഈ വെലോസിറ്റിയുടെ പ്രത്യേകത പഠിപ്പിച്ചത്. വെലോസിറ്റിയുടെ പ്രത്യേകത ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അന്നേരം ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് യൂണിഫോം മോഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അല്ലയോ. ഡിസ്റ്റൻസിൻ്റെ അളവ്, മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് രണ്ടാമത്തത് നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്നേ പറയാൻ പറ്റൂ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് എഴുതിയും ചെയ്തും ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ടോപ്പിക്കാണ്. നമ്മൾ 8th പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഇനി നോക്കൂ, താഴോട്ട് നോക്കൂ. കാറിൻ്റെ കേസ് എടുക്കൂ. പക്ഷെ കാർ എങ്ങനെയാണ്? റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഡയറക്ഷനിൽ മാറ്റമുണ്ടല്ലേ. നേരെ പോകണം, സ്ട്രെയിറ്റ് ലൈൻ പോകണം. പക്ഷെ ടൈമും അതുപോലെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതൊക്കെ ഈക്വലാണ്, പക്ഷേ ഡയറക്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാൻ പറ്റത്തില്ല? യൂണിഫോം മോഷനാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ ഓൾവേസ് ദ സെയിം? വൈ? അവിടെ നമുക്ക് ആൻസർ എഴുതാം, എസ് എന്ന് എഴുതാം. അതിൻ്റെ ആൻസർ യൂണിഫോം, അതിൻ്റെ ആൻസർ ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ വെലോസിറ്റി സെയിം ആണെന്ന് പറയാം. ഞാൻ പറഞ്ഞു തരുവാണ്, നിങ്ങളങ്ങ് നോട്ട് എഴുതിക്കോണം. എന്തുകൊണ്ട് അവിടെ വൈ എന്നുള്ളിടത്ത് എഴുതേണ്ടത്? ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. രണ്ടാമത് നമുക്ക് വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് കാർ ബി? അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അവിടെ എന്താണ് എഴുതേണ്ടത്? നോൺ യൂണിഫോം വെലോസിറ്റി. വൈ എന്നുള്ളിടത്ത് ആൻസർ എഴുതേണ്ടത് അൺഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. എന്താണ് എഴുതേണ്ടത്? അൺഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. എഴുതിക്കോണേ, ഇതിൽ നിങ്ങൾ പൂരിപ്പിച്ചോണേ ഞാൻ ഈ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ ക്വസ്റ്റ്യൻ. ഹാവിൻ യു നോട്ടീസ്ഡ് ദ മഡ് സ്റ്റിക്കിംഗ് ടു ദ ടയർ ഓഫ് ദി വെഹിക്കിൾ ബീയിങ് ത്രോൺ ഓഫ് വെൻ ദേ? അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡസ് ദ മഡ് സ്പ്ലാഷ് ഇൻ ദ സെയിം ഡയറക്ഷൻ എവരിവെയർ? ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് എലോങ് എ സർക്കുലർ പാത്ത് ഓൾവേസ് ചേഞ്ചിങ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നല്ലേ. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് എലോങ് സർക്കുലർ പാത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. ചേഞ്ച് ആവുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ആൾസോ ചേഞ്ച്. ഞാൻ അത് ആദ്യമേ പറഞ്ഞു തന്നതാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റിയും ചേഞ്ച് ആവും. നമുക്ക് ഈ കാറിൻ്റെ കേസിൽ എന്ത് പറയാം? കാറിൻ്റെ കേസിൽ യൂണിഫോം സ്പീഡാണെന്ന് പറയും, കാരണം ഈക്വൽ ഇൻ്റർവെൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. അതൊരു സ്കെയിലുവർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നുമില്ല. പക്ഷെ നമുക്കിവിടെ ഇത് വെലോസിറ്റി പറയാൻ പറ്റില്ല, കാരണം അതിനൊരു ഡയറക്ഷനുണ്ട്, മാഗ്നിറ്റ്യൂഡുണ്ട്. ഇത് മാഗ്നിറ്റ്യൂഡ് ഓക്കെയാണ്, പക്ഷേ ഡയറക്ഷൻ ഇത് എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. നെക്സ്റ്റ് നോക്ക്. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം എവരി സെക്കൻഡ്? എല്ലാ സെക്കൻഡിലും വെലോസിറ്റി സെയിം ആണോ? അല്ല, അല്ലേ. ഡസ് ദ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലേ? ഡസ് ദ വെലോസിറ്റി ചേഞ്ച് ആകുന്നു. ഈവൻ ദോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച്. ഞാൻ പറഞ്ഞല്ലോ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ അളവ് ചെയ്യുന്നില്ല, കറക്റ്റിന് പോവാണ്. ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് പോകുന്നത്. പക്ഷേ ദ വെലോസിറ്റി ചേഞ്ച് ബിക്കോസ് ദ ഡയറക്ഷൻ ചേഞ്ച്. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കാരണം പിന്നെയും ഞാൻ പറയുവാണ്, ഏതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സെയിം ഡയറക്ഷൻ ഇൻ എ യൂണിഫോം വെലോസിറ്റി. സെയിം ഡയറക്ഷനിൽ പോകുന്നത് ഏതാണ്? ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് ഇൻ യൂണിഫോം വെലോസിറ്റി ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പം എന്താണ്? ഒബ്ജക്റ്റ് മൂവിൻ്റെ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ പോകണം. ഇതിനെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്.
അപ്പം ഞാൻ അതിനകത്ത് വെലോസിറ്റിയാണ് ആക്കിയിട്ടേക്കുന്നത്, മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് മീറ്ററിൽ ഇട്ടാൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞു പോയ ക്വസ്റ്റ്യനിൽ കാറ് ട്രാവൽ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഇഫ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് വെലോസിറ്റി വിൽ ആൾസോ ചേഞ്ച്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റിയും ചേഞ്ച്. ഈവൻ ഇഫ് എനി വൺ ഓഫ് ദീസ് ചേഞ്ച് ഡയറക്ഷനോ ദ വെലോസിറ്റി വിൽ വേരി. സ്പീഡോ അല്ലെങ്കിൽ ഡയറക്ഷനോ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? വെലോസിറ്റിയും ചേഞ്ച് ആവും. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ദെൻ ഇറ്റ് വിൽ ബി ഇൻ നോൺ യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അതാർക്കായാലും അറിയാം അല്ലേ? ഇനി നോക്ക്, വെഹിക്കിൾ കാർ എ യൂണിഫോം വെലോസിറ്റിയാണ്. നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. കാർ ബിയോ അത് യൂണിഫോം വെലോസിറ്റിയാണ്. അതിനെന്തുകൊണ്ട് നമ്മൾ എഴുതേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ചേഞ്ചസ് അല്ലേ? ഡയറക്ഷൻ നേരെ തന്നെയാണ് ബി പോകുന്നത്, പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. കാർ സിയോ അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അതിൻ്റെ റീസൺ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. അതിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുന്നില്ല. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസ്റ്റൻസ് അവർ കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് കുറേ സിറ്റുവേഷൻ തന്നിട്ട് അതിൽ യൂണിഫോം വെലോസിറ്റി ആണോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ എന്ന് പറയാനാണ്, എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴത്തെ കോളത്തിൽ എഴുതാനാണ്, പക്ഷെ ഞാനിങ്ങ് പറയാം, നിങ്ങളങ്ങ് എഴുതിയാൽ മതി. മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്നും ഒരു സ്റ്റോൺ താഴോട്ട് വീഴുന്നത്. നമുക്കറിയാം ഭൂമിക്ക് ഒരു സ്വഭാവമുണ്ട്, എന്തും തന്നിലേക്ക് വലിച്ച് അടുപ്പിക്കുന്ന ഒരു സ്വഭാവം. അതിനെ നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്. അപ്പം ഒരു കല്ല് മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ തീർച്ചയായിട്ടും ഭൂമി തന്നോട് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് നോൺ യൂണിഫോം മോഷൻ അല്ലെന്ന്. കാരണം അടുത്തടുത്ത് വരുന്തോറും മാറ്റം, അതായത് ഭൂമി വലിച്ചടുപ്പിക്കുന്നതിൻ്റെ വേഗത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് അത് നോൺ യൂണിഫോം മോഷനാണ് ഫസ്റ്റ്. സെക്കൻഡ്, വെൻ ലൈറ്റ് ട്രാവൽ ത്രൂ ദ വാക്വം. വാക്വം എന്ന് വെച്ചാൽ വായുവിലൂടെ ലൈറ്റ് പോകുന്നത് ഒരേ വേഗത്തിലാണ്, അതുകൊണ്ടത് യൂണിഫോം വെലോസിറ്റിയാണ്. നെക്സ്റ്റ് എന്തുവാണ്? എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ടായിട്ട് മുന്നോട്ട് ബസ് നീങ്ങുന്നതാണ്. നമുക്കറിയാം സ്റ്റാർട്ടായിട്ട് പെതുക്കിയായിരിക്കും പോകുന്നത്, പിന്നെ ആയിരിക്കും കുറച്ച് സ്പീഡ് ഇടുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊരിക്കലും എന്തല്ല? യൂണിഫോം വെലോസിറ്റി അല്ല. നെക്സ്റ്റ് എന്തോ? എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ എ സെയിം ഡയറക്ഷൻ. യൂണിഫോം സ്പീഡും സെയിം ഡയറക്ഷനും ആകുമ്പോഴേ നമുക്കറിയാം എന്താണത്? യൂണിഫോം വെലോസിറ്റി ആണെന്ന്. ഇനി സ്വിങ്ങിങ് ഓൺ എ സ്വിങ്ങിങ്, ഒരു ഊഞ്ഞാലിലാടുന്നത്, അത് മുന്നോട്ടും പോകുന്നു പുറകോട്ടും പോകുന്നു. അപ്പോൾ നമുക്കറിയാം ഡയറക്ഷന് ചേഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ടത് യൂണിഫോം വെലോസിറ്റി അല്ല. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആക്സിലറേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നീട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.